അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ് മുസ്തഫൽ മുഖ്താർ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അഖിയാർ. ആദരണീയരായ സത്യവിശ്വാസികളെ, ഇസ്ലാം എന്ന പദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് സമ്പൂർണമായ സമർപ്പണമാണ് എന്ന് നമുക്കറിയാം. സിൽമ് എന്ന ധാതുവിൽ നിന്നാണ്, അഥവാ സമാധാനം എന്നർത്ഥമുള്ള സിൽമ് എന്ന പദധാതുവിൽ നിന്നാണ് ഇസ്ലാം എന്ന പദം നിഷ്പന്നമായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മുമ്പിൽ സർവ്വവും സമർപ്പിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന സമാധാനം, അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഒരാൾ മുസ്ലിം ആകുമ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളും അള്ളാഹുവിന് വേണ്ടി അയാൾ സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് അള്ളാഹു പറഞ്ഞതും ഈ ഒരു സമർപ്പണത്തിനാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അസ്ലിം, നീ സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഞാനിതാ ലോകരക്ഷിതാവിന് സർവവും സമർപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ഏറ്റു പറയുകയാണ്. ഈ രൂപത്തിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നത് സ്വർഗമാണ്. ഇന്നല്ലാഹു ഇസ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വലാ ഔലാദഹും ബിഅന്ന ലഹും ജന്ന. സൂറത്ത് തൗബയിൽ അള്ളാഹു വ്യക്തമാക്കുന്നത് പോലെ സത്യവിശ്വാസികളുടെ സമ്പത്തും അതേപോലെ ശരീരവും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. അംവാലുഹും വ അംഫുസഹും, അവരുടെ സമ്പത്തും അവരുടെ സ്വന്തം നഫ്സുകളെയും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ബി അന്നലഹും ജന്ന, അവർക്ക് സ്വർഗം നൽകാം എന്നുള്ള ഒരു വാഗ്ദാനത്തിന്മേൽ. അപ്പോൾ ഈ സമർപ്പണത്തെ അള്ളാഹു ഒരു കച്ചവടത്തോടാണ് ഉപമിക്കുന്നത്. നമ്മിൽ നിന്നും അള്ളാഹു വിലക്ക് വാങ്ങുകയാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി വിറ്റ് കഴിഞ്ഞതാണ് നമ്മുടെ നഫ്സ്. ആ വിറ്റ് കഴിഞ്ഞതിനെ നമ്മൾ പരമാവധി പരിശുദ്ധമാക്കി വെക്കണം. നമുക്കറിയാം, നമ്മൾ വിറ്റ സാധനം നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് തീർച്ചയായും അത് അങ്ങേയറ്റം പരിശുദ്ധമായിരിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. ഈ പരിശുദ്ധിയാണ് യഥാർത്ഥത്തിൽ തസ്കിയത്ത് കൊണ്ടും തെർബിയത്ത് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ സമർപ്പണത്തിൻ്റെ പ്രതിഫലമായി കേവലം സ്വർഗം മാത്രമാണോ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്? അതല്ല, മറിച്ച് ഭൗതികമായ നേട്ടങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരാൾ സുബഹി ജമാഅത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഫഹ്വ ഫീ ദിമ്മത്തില്ല, അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണത്തിന് കീഴിലാണ് അവൻ ഉണ്ടായിരിക്കുക എന്ന് അള്ളാഹു പറയുന്നു. അതേപോലെ സൂറത്ത് സഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് ആ കച്ചവടം. ഇവിടെ ലുഖ്മാൻ അലൈഹി ഇസ്ലാം തൻ്റെ മകന് നൽകുന്ന ഒരു ഉപദേശം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിൽ ഒട്ടേറെ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. അത് കൂടാതെ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലുമെല്ലാം നാം കാണുന്ന ഒരു ഉപദേശമുണ്ട്. ഇത്തഹിദ് ത്വാഅത്തല്ലാഹി തിജാറ, അള്ളാഹുവിനോടുള്ള അനുസരണത്തെ നീ ഒരു കച്ചവടമാക്കി മാറ്റുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ തഅ്തീക അർബാഹിൻ ബിഗൈരി ബിളാഅ, നിനക്ക് മുടക്ക് മുതൽ ഇല്ലാതെ തന്നെ ലാഭം കൊയ്യാൻ അതുകൊണ്ട് സാധിക്കുമെന്നാണ്. അപ്പോൾ ഏതാണ് ആ കച്ചവടം? അള്ളാഹുവിനോടുള്ള സമ്പൂർണമായ സമർപ്പണം. ആ ഒരു സമർപ്പണത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്താണ്? മുടക്ക് മുതലില്ലാതെ ലാഭം നേടാൻ കഴിയുന്ന ഒരു കച്ചവടമാണത് എന്നാണ്. ഏത് കച്ചവടമായാലും ലാഭം നേടണമെങ്കിൽ നമ്മൾ മുടക്ക് മുതൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. എന്നാൽ അത്തരം ഒരു മുടക്ക് മുതലും ഇല്ലാതെ തന്നെ ലാഭം കൊയ്യാൻ കഴിയുന്ന അത്യത്ഭുതകരമായ ഒരു കച്ചവടമായിട്ടാണ് അള്ളാഹു ഈ ഒരു ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. അത് ജീവിതത്തിൽ മുഴുവൻ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.